എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മിത്രയും മീനാക്ഷിയും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. കാരണം ആകാശവും ആരിനും ഒക്കെ നിർബന്ധിച്ചു ഹണിമൂൺ ട്രിപ്പ് അവരോടൊപ്പം പോകണമെന്നുള്ളത്. അപ്പൊ ആനന്ദേണ്ട നിർബന്ധം മൂലം അവരും കൂടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം പോകാന്നൊക്കെ തീരുമാനിച്ച് അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എനിക്കെന്തോ ആ ശ്രീദേവി അടുത്തോട്ട് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. അവരുടെ സ്വഭാവം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തൊരു വൃത്തിയുടെ സ്വഭാവം. അമ്മയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. സാധാരണ അമ്മ ആരെയും കുറ്റം പറയാത്ത സ്വഭാവമാ. പക്ഷെങ്കില് അവരുടെ ആ അളിഞ്ഞു കയറിയുള്ള പെരുമാറ്റം എല്ലാം കൂടെ കണ്ടിട്ട് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാ. അതോടൊപ്പം തന്നെ അച്ഛനെ കയറി ബാലച്ചാന്നുള്ള വിളി എന്ത് സഹിക്കാം. അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മളല്ലേ ഇങ്ങോട്ടേക്ക് വന്ന ആദ്യത്തെ മരുമക്കള്. എന്നിട്ടോ ഇന്നലെ വന്ന ശ്രീദേവി ഇവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് പോന്നു. മിത്ര പറഞ്ഞു, അത് ശരിയാ. മീനാക്ഷി പറഞ്ഞു, എനിക്ക് അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അമ്മയുടെ വിഷമമൊക്കെ കണ്ടിട്ടാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഇനിയിപ്പോ ഹണിമൂണിന് പോയി കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വരിക. എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ചയെന്ന് ചോദിക്കണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അത് പിന്നെ ഞങ്ങള് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറയണം. ആഹാ, നിങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ടോന്ന് ചോദിക്കുക. അല്ല, എവിടേക്കാ, ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷിയും മിത്രയും പരസ്പരം നോക്കുകയാണ്. ആ സമയം ശ്രീദേവിക്ക് കാര്യം മനസ്സിലായി. ഇവര് തങ്ങളോട് വരാനുള്ള പുറപ്പാടാന്ന്. പക്ഷേങ്കിൽ അതിപ്പോ ഇവരുടെ മുന്നിൽ പറയാൻ പറ്റില്ല. അഭിനയിച്ചാൽ മതിയാവുള്ളൂ. ദൈവമേ, നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവരെന്തിനാണോ എന്തോ വരുന്നേ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയം മീനാക്ഷി വെച്ചു, അല്ല ശ്രീദേവി അടുത്ത് അറിഞ്ഞില്ലേ ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന്? ഇല്ലല്ലോ എന്ന് പറയാണ്. അന്നെങ്കിൽ പിന്നെ പതുക്കെ അറിഞ്ഞോളൂ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് മീനാക്ഷി മിത്ര അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം ശ്രീദേവി ഓർത്ത് ഇനിയിപ്പോൾ അവർ വേറെ ട്രിപ്പ് പോവണം. അല്ല, മിക്കവാറും തങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൂടെ വരാനാ പ്ലാൻ എന്നാ തോന്നേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആനന്ദേട്ടനോട് പറയണം, എല്ലാരെയും കൂടെ കൊണ്ടുള്ള ട്രിപ്പൊന്നും വേണ്ട, തനിച്ച് പോവാണെ പോയാൽ മതിയെന്ന്. അല്ലെങ്കിലും ഹണിമൂണ് പോകുമ്പോൾ രണ്ടുപേരും തനിച്ചല്ലേ പോകുന്നേ, അല്ലാതെ വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണോ? ആ സമയം അങ്ങോട്ടേക്ക് മാറിയിട്ട് മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മീനാക്ഷി അടുത്ത് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നല്ലോ നമ്മളെ വിളിച്ച കാര്യം ഹണിമൂണിന് പോകുന്ന സമയത്ത്? മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പോയിട്ടാണ് ശ്രീദേവി അടുത്ത് അവസാനം പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കാം. അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒരു പക്ഷെ ആനന്ദേട്ടൻ്റെ ഇഷ്ടം ആനന്ദേട്ടൻ പറഞ്ഞായിരിക്കും, അല്ലാതെ ചിലപ്പം ശ്രീദേവി അടുത്തോട് ചോദിച്ചിട്ട് ആയിരിക്കില്ല എന്ന് പറയണം. അത് ശരിയാ, അങ്ങനെയാന്ന് എനിക്കും തോന്നുന്നുണ്ടെന്നൊക്കെ മീനാക്ഷി പറയണം. ഒരു പക്ഷെ ഈ സമയത്ത് എന്തേലും പറഞ്ഞുകൊണ്ട് ഇനി അവര് പോയി വല്ല പ്രശ്നം ഉണ്ടാക്കുവോ നമ്മൾ ചെല്ലണ്ടെന്ന്. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അങ്ങനെയാണ് സമാധാനം ഉണ്ട്. മീനാക്ഷി പറഞ്ഞു, ശരിയാ, അങ്ങനെയാണെങ്കിൽ പിന്നെ പോവണ്ടല്ലോ, എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ ആനന്ദന്റെ മുഖം ഓർത്ത് കഴിയുമ്പോൾ പോവാതിരിക്കാനും തോന്നില്ല, അതുകൊണ്ടാന്നൊക്കെ പറയണം. ആ സമയം ശ്രീദേവിക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. എല്ലാരും ചുമന്ന് കെട്ടി പോകുന്നു, അങ്ങനെയൊക്കെ ഓർത്തോണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ വന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് ആനന്ദം കൊട്ടിക്ക് വരുന്നത്. ആനന്ദം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലെ ഇങ്ങനെ തൂണെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ആനന്ദ് വന്നൊന്നും അറിഞ്ഞും കൂടിയില്ല. ആനന്ദ് വന്നിട്ട് ശ്രീദേവിന്ന് വിളിക്കുകയാണ്. എവിടെന്ന്? ശ്രീദേവിയുടെ മനസ്സ് നിറയെ ഹണിമൂൺ ട്രിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആനന്ദ് വന്ന് പുറയുന്ന കെട്ടിപ്പിടിക്കുകയാണ്. ശ്രീദേവി ഞെട്ടിപ്പോയി. എന്താ ആനന്ദേട്ടാ, എന്താന്ന് ചോദിക്കുക. നീ എന്താ ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? ഒന്നുമില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ അതോ എല്ലാരും കൂടെ ഉണ്ടോന്ന് ചോദിക്കാം. അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, വെറുതെ ചോദിച്ചാ. അത് പിന്നെ ആകാശാണെങ്കിലും ആരനാണെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. പിന്നെ ആകാശം മീനാക്ഷിയും കൂടെ ട്രിപ്പ് പോകുന്ന സമയത്ത് കുടുംബസമേതം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ട്രിപ്പ് പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, എല്ലാവരും കൂടെയാ? അതെ, എല്ലാവരും കൂടെയാണോ ആനന്ദേട്ടാ ട്രിപ്പ് പോകണമെന്ന് ചോദിക്കാം. അതിനിപ്പോൾ എന്താ ശ്രീദേവി കുഴപ്പം? ഞങ്ങളിവിടെ എല്ലാവരും കൂടെ അങ്ങനെ പോയത്. ഈ പ്രാവശ്യം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആരിനെ ആകാശനങ്ങൾ കൂടെ കൂട്ടാന്ന്. അതാ പിന്നെ കുഴപ്പമില്ലോ, എല്ലാവർക്കും ഇങ്ങനെ കപ്പിൾസിന് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് പോയിട്ട് വരാലോ, അവരും കൂടെ വരട്ടെ എന്ന് പറയണം. പക്ഷെ ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞില്ല. ശ്രീദേവി പറഞ്ഞു, അല്ല അത് പിന്നെ ആകാശൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? കടയിലെ കാര്യങ്ങളൊക്കെ ആരും നോക്കുന്നു ചോദിക്കുക. അതിപ്പോ അച്ഛനുണ്ടല്ലോ നോക്കാനായിട്ട്, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അല്ലപ്പം മിത്രയ്ക്ക് കോളേജിലൊക്കെ പോകണ്ടേന്ന് ചോദിക്കുക. അതിപ്പോ 2 ദിവസം ലീവ് എടുത്താൽ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ പണിയും പാളി. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് ചോദിച്ചല്ല, ഈ പറഞ്ഞ മീനാക്ഷിക്ക് ലീവ് കിട്ടുമോ? മീനാക്ഷിക്ക് ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാന്നല്ലേ പറഞ്ഞേ? അതൊന്നും കുഴപ്പമില്ല, മീനാക്ഷി അതൊക്കെ മാനേജ് ചെയ്തോളെന്ന് പറയണം. ദൈവം പെട്ടു. ഇനിയിപ്പൊ തനിക്ക് ഇഷ്ടമില്ലാന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട്
ശ്രീദേവി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അല്ല എന്താ ദേവി എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുക. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. സാധാരണഗതിയിൽ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്ത് രണ്ടുപേരും തനിച്ചല്ലേ, ഭാര്യയും ഭർത്താവും തനിച്ചല്ലേ പോണേ. അപ്പൊ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളെന്ന് പറയണം. അത് പിന്നെ അങ്ങനെ തനിച്ചു പോകുന്നതോടെ എനിക്കൊരു താല്പര്യമില്ല. നമ്മൾ പോയി കഴിയുമ്പോൾ അവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കില്ലേ, അവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് അവരും അങ്ങനെയൊന്നും പോയിട്ടില്ലോ എന്ന് പറയണം. അപ്പൊ അവരെയും കൂടെ കൂട്ടണം, നല്ല കാര്യമല്ലേന്ന് ചോദിക്കണം. അത് ശരിയാ, പക്ഷെ ബാലച്ച സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അത് ശരിയാ, അതൊരു പ്രശ്നമാണ്, അച്ഛനോട് നിനക്ക് ചോദിക്കണം എന്നൊക്കെ പറയണം. ദൈവമേ, ബാലച്ച സമ്മതിക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെയാണ് രക്ഷപ്പെട്ടു, തങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് വന്നാൽ മതിയെന്ന്, അതാണ് രക്ഷപ്പെടും എന്നൊക്കെ ഓർത്തുകൊണ്ട് ശ്രീദേവി ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ആനന്ദ് എന്നിട്ട് ആകാശിനോട് പറഞ്ഞു, അതെ അച്ഛനോട് ചോദിക്കണ്ടേന്ന് ചോദിക്കുകയാണ്, എല്ലാരും കൂടെ പോകുന്നുണ്ടെന്ന് കാര്യം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അത് ശരിയാ, അച്ഛനോട് ചോദിച്ചാൽ അച്ഛന്റെ സമ്മതം ഇല്ലെങ്കിൽ പോകാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, ആനന്ദേടൻ തന്നെ പോയി ചോദിക്കാൻ പറയാണ്. ഞാൻ ചെന്ന് ചോദിക്കാനാ. അതെ പിന്നെ ആരാ, ആനന്ദേടനല്ല നിർബന്ധം ഞങ്ങളും കൂടെ വരണമെന്ന്. അപ്പൊ ആനന്ദേടൻ തന്നെ പോയി ചോദിക്കാൻ പറയണം. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് ആനന്ദ് പോയി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനിയിപ്പോ ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല. പിന്നീട് ബാലന്റെ ഇടയിലേക്ക് ചെല്ലുവാണ്. എന്താടാ, നിനക്ക് എന്തോ കാര്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് തോന്നല്ലോ. അത് പിന്നെ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എടാ നീ മടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ അച്ഛാ, അതെ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ പോയാലോ എന്ന് ആലോചിക്കുക. എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞ അല്ല, അത് പിന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പത്തിന്, ഞങ്ങളെ കൂടെ വരണോ? അങ്ങനെയാണ് നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ വരത്തില്ലെന്ന് ചോദിക്കാം. അല്ല അതല്ലച്ചാ, പിന്നെയോ? അത് പിന്നെ ആകാശിനെ ആരിനെയൊക്കെ കൂട്ടി ഞങ്ങൾ 6 പേരും പോയിട്ടോ. അങ്ങനെ. അല്ല അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. അല്ല അത് പിന്നെ അച്ഛാ, അവരും ഇതിലായിട്ട് ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടില്ലോ. അതിനല്ല മുമ്പ് പോയ സമയത്ത് നമ്മളെല്ലാരും കൂടെ അല്ലേ ട്രിപ്പ് പോയത്. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയേക്കാം, അതാണ് പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, അങ്ങനെയാണോ കുഴപ്പമില്ല അച്ഛാന്ന് പറയണേ, എല്ലാരും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. ആനന്ദിന് പിന്നെ അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ അതീ പറയുന്ന ശ്രീദേവിക്കൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം തനിച്ചു പോകാനിരിക്കുന്ന ആളാ ശ്രീദേവി. അങ്ങനെ അവര് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണ്. ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്യുവാണ്, നേരെ അമ്മേനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പം മതിലിന്റെ അവിടെ മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കണം വന്നു നിന്നിട്ട്. പിന്നീട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ഞാഹാ കൊള്ളാലോ, അപ്പൊ എത്ര ദിവസത്തെ ട്രിപ്പാന്ന് ചോദിക്കണം. 2 ദിവസത്തെ ട്രിപ്പൊക്കെയാന്ന് പറയണം. നന്നായിട്ട് പോയി എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറയണം. പിന്നീട് കോമതി പറഞ്ഞ്, ഞങ്ങൾക്ക് പോകണമെന്നൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ്ടെ ആനന്ദിന് ഒരേ നിർബന്ധം എല്ലാരും കൂടെ പോകാന്നൊക്കെ. ചിലപ്പോഴേ ഞങ്ങൾ പോകുന്നുള്ളൂ, പിള്ളേരൊക്കെ ചിലപ്പോൾ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അതെ ഈ സമയത്തൊക്കെ പോകാൻ കിട്ടുന്ന അവസരമല്ലേ, അതൊന്നും പാഴാക്കല്ലേ. കാണാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ പോയി കണ്ടു കേട്ടി വരണമെന്നൊക്കെ പറയണം. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഗോമതി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം മുത്തശ്ശി കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ നിന്നൊരു മതിലിന്റെ അവിടെ നിന്നൊരു വിശേഷം പറച്ചിൽ കേട്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും പറഞ്ഞു, അവര് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയാം. ഇത് കേട്ടതും നന്ദിനിക്ക് സന്തോഷമായി. ആഹാ കൊള്ളാലോ അമ്മേ, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയാണെങ്കിലും ആര്യനാണെങ്കിലും ഒരിടത്തും ഒരു ട്രിപ്പ് ഒന്നും പോയി കണ്ടിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് രാജശ്രീ അങ്ങോട്ട് വരുന്നത്. രാജശ്രീ വന്നിട്ട് ചോദിച്ചു, അല്ല ട്രിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടല്ലോ, ആരാ ചേച്ചിനെ ചോദിക്കണം. അത് പിന്നെ അപ്പുറത്ത് ആര്യനും മിത്രയും അവരൊക്കെ ട്രിപ്പ് പോവാന്ന് പറയണേ. ട്രിപ്പോ? അത് പിന്നെ ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് പറയാം. ഓഹോ അപ്പൊ അതാണ് കാര്യം. അല്ല എങ്ങോട്ട് പോണേന്ന് വല്ലതും പറഞ്ഞോന്ന് ചോദിക്കും. തേക്കടിക്കാന്നാ പറഞ്ഞത്, നാളെ പുറപ്പെടുമെന്നാ പറഞ്ഞെന്ന് പറയാം. ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അലോകിനെ അറിയിക്കണമല്ലോ എന്നൊക്കെ കരുതി രാജശ്രീ നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ അലോക് മുറിയിലുണ്ടായിരുന്നു. അലോകിനോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലോക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെയും കൂടെ ഒന്ന് വിളിക്കട്ടെ, മിഥുനെയും കൂടെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മിഥുനെ വിളിച്ചു. മിഥുൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരൊരു ഗൂഢാലോചനയൊക്കെ നടത്തുവാണ്. പിന്നീട് മിഥുൻ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് തേക്കടി വെച്ചാരെ പൂട്ടാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, സന്തോഷമായിട്ടിരിക്കും. ഒരു ദുരന്ത വാർത്തയായിരിക്കും ഇനി ദേവമംഗലത്ത് കേൾക്കാൻ പോണേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രാജശ്രീ പറഞ്ഞു, വല്ലതും നടക്കുന്ന കാര്യമാണോ മോനെ, ആന്റി ധൈര്യമായിട്ടിരിക്കുക. തേക്കടി വെച്ചാകുമ്പോൾ ആരും പ്രത്യേകം അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. മിത്രയുടെ കാര്യത്തിൽ ഈ പറയുന്ന ആരിന്റെ എല്ലാവരുടെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒക്കെ എത്തിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയണം. ഈ തവണ എന്താണെങ്കിലും കയ്യിൽ നിന്ന് വഴുതി മാറാൻ പോകുന്നില്ല. കല്യാണത്തിന്റെ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേങ്കിൽ ഈ തവണ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയണം. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. മിഥുനും അലോകും കൂടെ ചേർന്നിട്ട് രാജശ്രീ സന്തോഷത്തോടുകൂടി പോവാണ്. അങ്ങനെ എല്ലാത്തിനും സന്തോഷം കെട്ടടങ്ങട്ടെ.
ഹ, ഇവിടെ എല്ലാരും കണ്ണീര് ഉടുപ്പിച്ചോണ്ട് അവിടെ ഹണിമൂൺ ട്രിപ്പ് പോയി അവരങ്ങനെ സൂയിക്കണ്ട. അല്ലെങ്കിലും ദേവമംഗലങ്ങാർക്ക് കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ആ സമയം ശ്രീദേവി മുറിയിൽ എന്നിട്ട് ശ്രീകലനെ ഫോൺ വിളിക്കുകയാണ്. എന്താ മോളെ, നീ എന്താ വിളിച്ചേന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മേ, കാര്യം എന്താ? ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്താ ഇപ്പൊ പോണ്ടെന്ന് വെച്ചോന്ന് ചോദിക്കുക. അതല്ലമ്മേ, ട്രിപ്പ് പോകുമ്പോ എല്ലാരും കൂടെ വരുന്ന കാര്യം പറഞ്ഞു പറയണ. എല്ലാരും കൂടെയാ? അതെ, ആകാശവും ആര്യനും ഒക്കെ ഉണ്ടെന്ന്. ഇതെന്താ, നിങ്ങൾ കൂട്ടത്തോടെ ഹണിമൂൺ ട്രിപ്പ് പോവാണോന്ന് ചോദിക്കും. എടി മോളെ, ആനന്ദിനെ തനിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ടും തനിച്ച് പോകണം, അല്ലാതെ കുടുംബസമേതം അല്ല പോണേന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയാണോ ട്രിപ്പ് പോകുന്നതെന്ന് ചോദിക്കണം. ഞാൻ നാം ചോദിക്കാന്ന് പറയാം. വേണ്ട വേണ്ട അമ്മ തൽക്കാലത്തേക്ക് ചോദിക്കൊന്നും വേണ്ടെന്ന് പറയാം. മോളെ, എങ്ങനെയെങ്കിലും നീ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ആനന്ദിനെയും കൊണ്ട് തന്നെ ട്രിപ്പ് പോകാൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അതെങ്ങനെ നടക്കും അമ്മേന്ന് ചോദിക്കുക. നിന്നെ കൊണ്ട് അതിനൊക്കെ സാധിക്കുമെന്ന് പറയാണ്. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിനെ എരിപുരി കയറ്റുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തായി തീരുന്നറിയത്തില്ല. ബാലനും ഗോമതിയൊക്കെ ട്രിപ്പ് കൂടെ പോവോ, അതോ ഇനിയിപ്പം ആരിനെ ആകാശിനെയൊക്കെ അവരെ കൂടെ പറഞ്ഞു വിടുമോന്ന് അറിയത്തില്ല. ബാലന്റെ സ്വഭാവം ആയതുകൊണ്ട് മിക്കവാറും ബാലൻ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട് ട്രിപ്പിന്റെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ ശ്രീദേവി ഉറപ്പായിട്ടും പെട്ടുപോകും. ശ്രീദേവി ആണെങ്കിൽ ആനന്ദിനെ തനിച്ച് കിട്ടൂലോ എന്ന് ഓർത്തിരിക്കുകയാണ്. പക്ഷേങ്കിൽ മീനാക്ഷിക്ക് സന്തോഷം. കാരണം മീനാക്ഷി ആദ്യം ഹണിമൂൺ ട്രിപ്പ് പോയ സമയത്ത് എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടല്ലേ പോയത്. അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പോലും നേരാവണ്ണം പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് കുത്തലെ മനസ്സിൽ കിടക്കുവാണല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായി ഇഷിതയുടെ, മഹേഷിന്റെയും, വേദയുടെയും, വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവര് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാട്ടോ. അന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.